നല്ല അടിപൊളി മുയലാട്ടാണ്. നല്ല പതുപതുത്ത രോമൊക്കെ ഉണ്ട്, നല്ല കട്ടില രോമം. എന്താ ഒരു സോഫ്റ്റ്. വലിയ ചെവിയൊക്കെ ഉണ്ട്, 2 ചെവിയൊക്കെ. ഇവിടെ ഹിമാചൽ പ്രദേശിൽ ആർക്കെങ്കിലും ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു മുയൽ മതി. ഈ മുയലും പിടിച്ചിട്ട് അടിമ്പ ടെമ്പിളിൻ്റെ പോയി നിൽക്കുക. എന്നിട്ട് വരുന്ന ഫോട്ടോ എടുക്കുന്നവർക്ക് 50 രൂപ ഒരു ഫോട്ടോക്ക്. അങ്ങനെ 10 ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഒരു ദിവസത്തെ പരിപാടി കഴിഞ്ഞ് ജീവിക്കാം. അല്ല അപ്പൂപ്പൻ താടി പോലത്തെ രോമ. കെട്ടിപ്പിടിച്ചാൽ കടന്നുറങ്ങാൻ തോന്നും. അവിടെ കൊടുക്ക് അത് കയറി കൊടുക്ക്. ഓരോരോ ഏതളായി ഞങ്ങളങ്ങനെ ഇടിമ്പ ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. ഇടിമ്പ ടെമ്പിൾ എന്നും പറയും, ഹഡിമ്പ ടെമ്പിൾ എന്നും പറയും. ഇടിമ്പ ടെമ്പിൾ എന്ന് പറയുന്നത് മഹാഭാരതത്തിൽ ഭീമനൊരു ആദിവാസി സ്ത്രീയെ വിവാഹം കഴിക്കുന്നുണ്ടല്ലോ, ഇടിമ്പ. ആ സ്ത്രീയുടെ, അതായത് ഇടിമ്പാദേവിയുടെ സ്മരണാർത്ഥമുള്ള ഒരു ക്ഷേത്രമാണ്. ഫസ്റ്റ് ബോൾ में गिराओ गिलास 1000 रुपीस, सेकंड बॉल में 200, थर्ड बॉल में 100 देखो गिलास करना 3 बॉल मिलेगा, 3 चांसेस. അതായത് ഈ ബോൾ എടുത്തിട്ട് फर्स्ट बॉल में आप you should be down out of the table. One ball will give you 1000 rupees. Second ball go down outside the table 200. Third ball go down 100. 3 ball. ആദ്യത്തെ ബോളിന് എറിഞ്ഞാൽ 1000 രൂപ വരും. 3 ball 50 rupees only. 1 2 3 എന്നുള്ള രൂപത്തിൽ വിളിക്കണം. അങ്ങനെ ആകുമ്പോൾ 1000 രൂപ കിട്ടും. 3 ball 50 rupees. ഇതേറ്റ് ഒരു ഗ്ലാസ് തള്ളിയിട്ടില്ല 1000 രൂപ വരും. ആദ്യം 1, പിന്നെ 2, പിന്നെ 3, ആ ലെവലിൽ തള്ളി. അപ്പൊ 1000 രൂപ കിട്ടും. നല്ലൊരു കളിയുണ്ട്, പൈസ ഉണ്ടാക്കാൻ പറ്റിയ കളിയാണ്. പക്ഷെ പെട്ടാ പെട്ടു പോയ പൈസ പോവുകയും ചെയ്യും. ഇവിടെ ഗ്ലാസ് വെച്ചിട്ടുണ്ടോ? ക്ഷേത്രത്തിന്റെ മുന്നിലാണ് ഒരു കളി. ഇവിടെ ഗ്ലാസ് വെച്ചിട്ട് എറിഞ്ഞ് തള്ളിട്ട് കഴിഞ്ഞാൽ 1000 രൂപ. അത് കറക്റ്റ് ആ ഓർഡറിൽ തള്ളിയിട്ട് കഴിഞ്ഞാൽ 1000 രൂപ തരുമെന്നാ പറഞ്ഞത്. ऐसा पकड़ो ना, लो 20 रुपीस 20 റുപ്പീസ് മുയലിനെ പിടിക്കാൻ 20 രൂപ വേണ്ട. ഫുള്ള് മുയലാണല്ലോ. ഈ സാധനത്തിന് വേണമെങ്കിൽ മോനെ യാക്ക്. ഹിമാചലിൽ ഈ ഭാഗങ്ങളിലൊക്കെ ഏറ്റവും ഫേമസ് ആയ ഒരു മൃഗമാണ് യാക്ക്. യാക്കിന്റെ മേലെ കയറി ഫോട്ടോ ഒക്കെ എടുക്കുക. എത്രയുടെ റേറ്റ്? 50. അയ്യോ എഴുതി നിലത്ത് എഴുതി കാണിക്കല്. 50 രൂപ കൊടുത്ത യാക്കിന്റെ പുറത്തിറങ്ങി. നല്ല അടിപൊളി യാക്കല്, നല്ല കട്ടിയുള്ള രോമൊക്കെ ഉള്ള സെറ്റ് യാക്കാണ്. हो गया भाई, 3 बढ़ गया आपको. हो गया अभी तुम्हारा बीफ पे आता कहां मिल गया 3 बन. अरे यार एक बच्चा फोटो खींचना काम नहीं आता. छोड़ भाई 1 मिनट लगे का फोटो खींचने में रहा. अच्छा हो गया भाई पहले. ഈ വഴിയുടെ ചുറ്റുഭാഗത്തും പൈൻ മരങ്ങളാണ്, നല്ല ഹൈറ്റിലുള്ള പൈൻ മരങ്ങളാണ്. ഈ മുന്നിൽ കാണുന്നതാണ് ഇടിമ്പ ടെമ്പിൾ.
മണാലിയിലെ ഫേമസ് ആണ്. ഇടിമ്പെന്നും പറയും ഹഡിമ്പെന്നും പറയും. ഇതാണ് ഹഡിമ്പ ടെമ്പിൾ. ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഷൂ ഒക്കെ അവിടെ അഴിച്ചു വെച്ച് അതിൻ്റെ അകത്തോട്ട് കയറാം. ക്ഷേത്രത്തിൻ്റെ അകത്തൊന്ന് കയറി നോക്കട്ടെ. കയറി നോക്കി അങ്ങനെ വന്നിട്ടോ എനിക്കുള്ളൂ. പ്രസാദം കിട്ടിയിട്ടുണ്ട്. പൊരിയും മണാലിയിലെ മാൾ റോഡിലാണ്. ഇവിടെ രാത്രി കഴിഞ്ഞാൽ ഒരുപാട് തെരുവ് ഭക്ഷണങ്ങൾ അവൈലബിൾ ആണ്. ഇവിടെ കാണാൻ കഴിയും. ഇത് ബദാം മിൽക്ക് എന്ന് പറഞ്ഞ വിഭവമാണ്. ബദാം നല്ല ചൂടുള്ള ബദാം മിൽക്ക്. എന്തായാലും ഒരു ഗ്ലാസ് കഴിച്ചു നോക്കാം. 50 രൂപ ഇതിൻ്റെ റേറ്റ്. ഗ്ലാസ് ഞാൻ മാത്രമല്ല ഉണ്ണിയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു ഗ്ലാസ് 50-50 ആക്കാൻ പോകണം. അപ്പോൾ നമുക്ക് ചൂടുള്ള നമ്മൾ ആദ്യമായിട്ട് കുടിക്കണേ. സാധാരണ തണുത്ത ബദാം മിൽക്ക് കുടിച്ചിട്ടുണ്ട്. ചൂടുള്ള ബദാം മിൽക്ക് ഞാൻ ആദ്യമായിട്ട് കുടിക്കാൻ പോകുന്നു. എങ്ങനെയുണ്ട് നോക്കട്ടെ. ശരണം പൊളിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടോ? മണാലിയിൽ നിന്നുള്ള വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി പുതിയ കാഴ്ചകളുമായി അടുത്ത വ്ലോഗിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.